നമുക്കിത് രാത്രിത്തേക്കുള്ള കറിക്ക് ഇത് ചെമ്മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ രാത്രിത്തേക്ക് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അഖിൽ വരുന്ന വഴി ചെമ്മീൻ വാങ്ങിക്കൊണ്ട് വന്നപാട് ഞാനും മോളും കൂടി ചെമ്മീൻ കിള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പകുതി എടുത്ത് വറുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നാളത്തേക്ക് പറ്റിച്ച് ഇടുന്നുണ്ട് കറി വെക്കാനായിട്ട്. പിന്നെ കുറച്ച് എടുത്ത് സവാളയിട്ട് ഗ്രേവി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെമ്മീനെല്ലാം കിള്ളി കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വറുക്കാനുള്ളതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മി വെക്കാനായിട്ട് സമയമില്ല കേട്ടോ. അപ്പോൾ തന്നെ വറുത്തെടുക്കുവാണ്. അപ്പോൾ മോൾക്കൊക്കെ പോകാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം വറുക്കാനുള്ളത് വറുത്തെടുത്തപ്പോൾ ചെമ്മീൻ വറുത്താൽ മതി എന്ന് മോൾ പറഞ്ഞപ്പോൾ മോൾക്കും മോനും അങ്ങനെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി വേണം. അതുകൊണ്ട് ഞാൻ ചെമ്മീൻ വറുത്തെടുത്ത ആ വെളിച്ചെണ്ണയിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് അതിൽ ഉപ്പും ചേർത്ത് വഴറ്റിയെടുത്തു. സവാള വഴന്ന് വന്നപ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടിയും കൂടി ചേർത്തൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ ഒരു 5-6 ചെമ്മീനും കൂടി ഇട്ട് ഗ്രേവി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അത്രയും ആയിക്കഴിഞ്ഞപ്പോഴേക്കും എടുത്ത് വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകാനായിട്ട് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ മോനും മോളൊക്കെ ചെമ്മീൻ ഫ്രൈ കൂട്ടി ചോറുണ്ടു. പിന്നെ ഞാൻ ഗ്രേവി റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ നാളത്തേക്കുള്ള ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വറ്റിക്കാനായിട്ട് വെക്കുവാണ്. പിന്നെ കൗണ്ടർ ടോപ്പും സ്റ്റൗവിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പ്ലേറ്റൊക്കെ കഴുകാനുണ്ട്, അതും കൂടി കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ആയപ്പോഴേക്കും എൻ്റെ രാത്രിയിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് കുഞ്ഞിന് കുടിക്കാനായിട്ട് കുറച്ച് കൽക്കണ്ട് ഇട്ട വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയിലത്തെ പണിയെല്ലാം സെറ്റായിട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ബൈ ഉമ്മ. ഇതിന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. മോളൊക്കെ പോയി. അപ്പോൾ ഇനി ഞാൻ മേടിക്കാൻ പോവാണ് കേട്ടോ. ബൈ.